അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഡാറ്റ ക്യാൻ ബി ഡിസ്റ്റൻസ് കവേർഡ് ബൈ 2 ഫ്രണ്ട്സ് എയും ബിയും കവർ ചെയ്ത ഡിസ്റ്റൻസ് ഇൻ 5 ദിവസം കൊണ്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ടു മീറ്റ് അറ്റ് എ ഡെസ്റ്റിനേഷൻ ഫ്രം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലും നോക്കട്ടെ. എ റീച്ച്ഡ് ദ ഡെസ്റ്റിനേഷൻ ബൈ ബൈക്ക്, മറ്റേ ആളോ ബി റീച്ച്ഡ് ദ ഡെസ്റ്റിനേഷൻ ബൈ കാർ. അപ്പോൾ എ ബൈക്കും ബി കാറും ആണ്. പൈ ചാർട്ടിൽ എന്താ തന്നിരിക്കുന്നത്? ദ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കവേർഡ് ബൈ എ. പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ 100 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ എത്ര 100 പാണെങ്കിൽ അതിൻ്റെ 18 ആണ് മൺഡേ കവർ ചെയ്തത്, അങ്ങനെ എടുക്കും. അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സം ചെയ്യുമ്പോൾ 100 കിട്ടും. പൈ ചാർട്ടിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബീൻ്റെ കേസും പറയുന്നത്, ബീൻ്റെയും പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ തരുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? ഡിഗ്രി അല്ലേ? സോറി, അത് ഡിഗ്രി ഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ. ഇതെല്ലാം 18ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ ഡിഗ്രിയിലേക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. 18ൻ്റെ ആണെങ്കിൽ എന്തേ? 18ൻ്റെ മൾട്ടിപ്പിളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 90% കേസിലും പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. 18ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ. കാരണം നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇൻറ്റു 5/18 അല്ലേ. ഓക്കെ, അപ്പോൾ 18 വെച്ച് കട്ടാവുന്നതാണെങ്കിൽ എന്തായാലും 9ൻ്റെയും മൾട്ടിപ്പിളും ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. അതാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ആൻഡ് ബി ടുഗദർ ഓൺ മൺഡേ എന്ന് പറയുന്നത് 162 കിലോമീറ്റർ ആണ്. ഇത് 9ൻ്റെയാണ്, 2ൻ്റെ. അപ്പോൾ 18ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും മൺഡേയിലെ ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. പിന്നെ എത്രയാ അടുത്തതെന്ന് പറയുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ആൻഡ് ബി ടുഗദർ ഓൺ തേഴ്സ്ഡേ എന്ന് പറയുന്നത് 20% ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദം ഇൻ ആൾ 5 ഡേയ്സ്. അപ്പോൾ 2 കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ പെർസെൻറ്റേജിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ടോട്ടലിൽ ഞാൻ 100x എന്നും പറഞ്ഞെടുത്ത് എയിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ടോട്ടലിനെ. ബീൻ്റെ നമുക്ക് എന്തെന്ന് എടുക്കാം? 360. അതന്നെ 360 y എന്നെടുക്കുക. 360 y എന്നെടുക്കുക. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഫസ്റ്റത്തെ കേസിൽ പറയുന്നുണ്ട് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ആൻഡ് ബി മൺഡേ തന്നിട്ടുണ്ട്. അപ്പോൾ മൺഡേയിലെ ഡേറ്റ എടുക്കുക. മൺഡേ എന്ന് പറയുമ്പോൾ ഈ ഓർഡറും കറക്റ്റ് ആണോ നോക്കിക്കോണം. മൺഡേയിലാകുമ്പോഴത്തേക്ക് 18x പ്ലസ് 81y എന്ന് പറയുന്നതാണ് 162. അടുത്ത കേസ് എന്താ പറയുന്നത്? എ ആൻഡ് ബി ഓൺ തേഴ്സ്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? മൺഡേ, ട്യൂസ്ഡേ, 32 45 അല്ലേ. 32x പ്ലസ് 42y എന്ന് പറയുന്നത്, അല്ല 45y. 45y എന്ന് പറയുന്നത് ഈസ് 20% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5y എന്ന് പറയുന്നത് ഓഫ് എന്തിൻ്റെയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഇൻ ആൾ 5 ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100x പ്ലസ് 360y. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും റേഷ്യോ കിട്ടും അല്ലേ. ക്രോസ് ചെയ്താൽ കിട്ടുമെന്നാണ്. കിട്ടൂലേ? കിട്ടുമെന്നാണ് തോന്നണം. കാരണം വേറെ കോൺസ്റ്റൻ്റ് ഇല്ലല്ലോ. അപ്പോൾ കിട്ടും. എങ്ങനെ കട്ട് ചെയ്യാം? നമുക്ക് മൊത്തത്തിൽ 9 വെച്ച് കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാമല്ലോ. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യാം. 9 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2x പ്ലസ് 9y ഈസ് ഈക്വൽ ടു 18. ഓക്കെ, ഈ കേസ് ആണെങ്കിലോ ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്. ഇവിടെ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 5 വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലേ. 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20x പ്ലസ് 5 വെച്ച് ഇവിടെ എത്ര വരുന്നത്? 72y ഈസ് ഈക്വൽ ടു 1 എന്നും. അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താണ്? 1 എന്ന് പറയുമ്പോൾ ഈക്വലാണ്. അപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈക്വൽ ടു ദിസ് എന്നും പറഞ്ഞ് വരും. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 20x ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് 12x ഈസ് ഈക്വൽ ടു ഇതെത്ര വരുന്നത്? 72 മൈനസ് 45 അല്ല, അതെ 72 മൈനസ് 45 എന്ന് വരും. 5 വെച്ച് കട്ട് ചെയ്ത് ഇതിനെ കട്ട് ചെയ്ത് ഇത് ടോട്ടൽ. ഓക്കെ, ഡിഫറൻസ് എടുത്താൽ എത്ര? 9 × 5 9 × 8 ആണ്. അങ്ങനെയാണെങ്കിൽ 9 × 3 27 വരും അല്ലേ. 27y എന്ന് കിട്ടും. 3 വെച്ചിട്ട് 4, 3 വെച്ചിട്ട് 9. അപ്പം 4x ഈസ് ഈക്വൽ ടു 9y എന്ന്. 9y x by y equal to 9/4.
അല്ലെങ്കിൽ നിനക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? y ഈസ് ഈക്വൽ ടു 4x/9. അപ്പോൾ ഞാനതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y ഈസ് ഈക്വൽ ടു 4x/9. 9 കട്ട് ചെയ്ത് 6x ആണ് 18. x ഈസ് ഈക്വൽ ടു 3. x ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മൾ ആദ്യത്തേനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തേനെ നമ്മൾ ഇൻറ്റു 3 ചെയ്താൽ മതി. രണ്ടാമത്തേനെയോ y കണ്ടുപിടിക്കണം. y ഈസ് ഈക്വൽ ടു എത്രയാണ്? 4x/9 ആണ്. അപ്പോൾ 4 × 3/9. 4x/9 ആണ്. അപ്പോൾ 4/3. അപ്പോൾ രണ്ടാമത്തേനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യത്തേത് ഇൻറ്റു 3യും രണ്ടാമത്തേത് ഇൻറ്റു 4/3 ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ, ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുണ്ട്, നമ്മളെപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ട് ഇപ്പം മേലത്തെ കേസ് എന്തായാലും ഫിക്സഡ് ആയിട്ട് അവിടെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 എഴുതി വയ്ക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അടിയിലത്തെ എഴുതി വയ്ക്കുക. അടിയിലത്തെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട്? 81, 54, 60, 45, 120 ആണ്. നമുക്ക് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ പോയി ചുമ്മാ സമയം കളയേണ്ടി വരും. അല്ലെങ്കിൽ ഇതില് ഈ നമുക്ക് ഈ ഇപ്പൊ പൈ ഇല്ലേ, അതിനെ വലുതാക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഏതാടാ? അതിനെ വലുതാക്കാൻ നിൽക്കല്ലേ, എന്തിനാ വെറുതെ? ആകെ നമുക്ക് ഇതിന് വേണ്ട, ഞാൻ പറഞ്ഞിട്ട് എക്സാമിനല്ലേ? എനിക്ക് ആ ലൈൻസ് കാണുന്നുണ്ടായിട്ടാണ്. അത് ആക്ച്വലി എനിക്ക് അറിയില്ലടാ, കാണേണ്ടതാണത്. ആകെ നമുക്ക് ഇത് ഓക്കെ ആണ്, ഈ ഒരു ആരോ മാർക്ക് ഏതാ അത് ഇതുണ്ട്. ഓക്കെ. If A traveled for 54 minutes on Monday and B traveled for 90 minutes on Monday. അപ്പോൾ എൻ്റെ ഡിസ്റ്റൻസ് എത്ര? എ എന്ന് പറയുമ്പോഴത്തേക്ക് 18 × 3 ആണ് എൻ്റെ ഡിസ്റ്റൻസ്. ബീൻ്റെ ഡിസ്റ്റൻസ് ഒന്നും എടുക്കണ്ട, പിന്നെ നോക്കാം. ബീൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 81 × 4/3 ആണ്, കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ. എന്നിട്ട് എന്താ പറയുക, ബി ഇവിടെ 54 മിനിറ്റും ഇവിടെയോ 90 മിനിറ്റും. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് എ ടു, വേണ്ട സ്പീഡാണ്, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങ് പോയാൽ മതി. വേണ്ട, 18 × 5 ആയി. ഓക്കെ. അടുത്തത് 18 × 5 പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? ഇവിടെ 3 വെച്ചിട്ട് കട്ട് ചെയ്യണ്ട, ഡിനോമിനേറ്ററിൽ വിട്ടേരെ. ഇവിടെ എത്ര? 9 × 9. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ സ്പീഡ്? സോറി ഫ്ലോയിലങ്ങ് പോയത്. ഇവിടെ എത്രയാണെന്നപ്പോൾ 18 × 3/54. റേഷ്യോ ആയതുകൊണ്ട് മിനിറ്റിനെ മാറ്റണ്ട, അല്ലെങ്കിൽ അവറിലേക്ക് മാറ്റി. 18 × 3 54 ആണ്. അതൊക്കെ കുഴപ്പമില്ല, അത് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാം. മറ്റേതും മിനിറ്റിൽ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അടുത്തതെന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 81 ഉണ്ടായിരുന്നല്ലേ? 81 × 4/3/90 മിനിറ്റ് അല്ലേ? 9 × 9 9 × 10. ഇവിടെയും 3 വരും. ഇനി ഇവിടെ ആണെങ്കിലോ 2/5 എന്ന് വരും. 5:6 റേഷ്യോ എടുക്കുമ്പോൾ അല്ലേ? ഇവിടെ 1 ആയില്ല, ഇത് കട്ട് ചെയ്ത് 1 ആയി. 1:2 ഇവിടെ എന്താ വരുന്നത്? 1:2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇനി 1:2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6/5 എന്ന് വരും. പിന്നെ ഇതിങ്ങനെ ക്രോസ് വരുമ്പോൾ 5:6 എന്ന് വരും. അടുത്ത ഓൺ വെനസ്ഡേയിൽ സ്പീഡ് ഓഫ് ദ, പെട്ടെന്ന് പോയേ, സ്പീഡ് ഓഫ് ബൈക്ക് എ വാസ് 50 km/h. സ്പീഡ് 15, ഡിസ്റ്റൻസ് 15 × 3, സ്പീഡ് എന്ന് പറയുന്നത് 50 km/h. ഓക്കെ. After traveling for 36 minutes, he increased his bike speed by m%. അപ്പോൾ 36 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പീഡ് കൂടി. ബാക്കിയുള്ള ഡിസ്റ്റൻസ് റിമൈനിങ് ഡിസ്റ്റൻസ് 16 2/3 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്തു. 16 2/3. ഓക്കെ. വാട്ട്സ് ദ വാല്യൂ? അപ്പോൾ എളുപ്പമല്ലേ അത്? 36 മിനിറ്റ് അല്ലേ ട്രാവൽ ചെയ്തത്? ഓക്കെ. ടോട്ടൽ ഡിസ്റ്റൻസ് 15 × 3 45 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം 50 സ്പീഡിൽ 36 മിനിറ്റ് എത്ര? 50 × 36/60 അല്ലേ? മിനിറ്റിന് അവർ ആക്കണം, ഞാൻ പറഞ്ഞു 30. അപ്പോൾ 30 ഓൾറെഡി ഇവിടെ കവർ ചെയ്തു ഫസ്റ്റ് പാർട്ടിൽ. ബാക്കി ഇനി 15 കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടുത്തെ സ്പീഡ് കണ്ടുപിടിച്ചാൽ 15 ഡിവൈഡഡ് ബൈ ടൈം എടുത്ത സ്പീഡ് കിട്ടില്ലേ? ടൈം എത്രയാണ്? 16 2/3. 16 2/3 എന്ന് പറയുമ്പോൾ 48 50/3/60 കൂടെ വരും, കാരണം മിനിറ്റിന് അവർ ആക്കണ്ടേ. 5/18
5/18 വരും. ഇപ്പോൾ 3 വരും. 12 54. 50/3 ഇൻറ്റു 60. അയ്യോ 50/3 ബൈ 60 അത് ഡിനോമിനേറ്ററിൽ ഇൻറ്റു വരും. ഇല്ലേ അവിടെ അപ്പം ഏടെ ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ 60 അല്ലേ മിനിറ്റിനെ അവർ ആക്കാൻ. ഓക്കെ 60 ടു എന്ത് കിട്ടിയത് 3/10 3/20 എങ്ങാനും കിട്ടീന എവിടെങ്കിലും. 3/20 15/50/3 ഇൻറ്റു 60. അല്ല, നീ ഇത് കട്ട് ചെയ്ത് വിടായിരുന്നു. 50/3 × 60 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/18 എന്ന് വരും. അല്ല, ഇനി മറ്റേത് എത്രയാ? 15 ഡിവൈഡഡ് ബൈ 5/18 എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ 15/5 ഇൻറ്റു 18. അപ്പം 54. ആദ്യത്തെ സ്പീഡ് 50 ഇപ്പോഴത്തെ സ്പീഡ് 54. അപ്പോൾ എത്ര കൂടി? 4/50 അല്ലെങ്കിൽ 2/25 അല്ലേ? 1/25 4% ആണ്. 2/25 8%. അടുത്ത ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇത് ഞാൻ ചെയ്യുന്നില്ല, ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ക്ലാസ് തരുമോ? ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ടൈം ഡ്യൂറേഷൻ ഫോർ ബി ട്രാവൽഡ് ഓൺ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. ബിൻ്റെത് 81 മിനിറ്റ്സ്. ബി നമുക്ക് ഉണ്ട് 81 72 75 എല്ലാം മിനിറ്റ് അല്ലേ. അപ്പോൾ പിന്നെ ഇത് വെച്ച് ചെയ്തിട്ട് അവസാനം ഒരു ബൈ 60 ചെയ്താൽ മതി മിനിറ്റിനെ. Find the average of the speed of B's car on each of the given days. Total distance by ടോട്ടൽ total ടൈം time. ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ കൂട്ടുക. 360 × 4/3 ചെയ്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് അതെ, കിട്ടും. 360 × 4/3 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് 480. 480 അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ്? 480. അത് ഞാൻ എടുത്തില്ല. ഞാൻ ഇവിടെ കട്ട് ചെയ്യാനുള്ള സാധനത്തിന് വാല്യൂ കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 51 എടുത്തിട്ട് 15 153 75 കൂടെ എത്ര വരും? 8 228. 20 25 21 2 10 12 15 25 29 2 39 393.5. അതന്നെ 393.5 മിനിറ്റാണ്. ഒരു ബൈ 60 കൂടെ വരും. 393.5 ബൈ 60 എന്ന് പറഞ്ഞാൽ മേലെ ആയപ്പോൾ ഇൻറ്റു 60 ആയിട്ട് വരും. കാരണം നമുക്ക് ആൻസർ വേണ്ട ഇതിലാണ്. ഇത് കിട്ടുമോ എന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കട്ടെ. കിട്ടിയില്ലേ പിന്നെ വേറെ വഴിയാലും വയ്ക്കാം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് കിട്ടുക. ആദ്യത്തെ ഡിസ്റ്റൻസ് കിലോമീറ്ററിലല്ലായിരുന്നാ? നമുക്കിപ്പോൾ കിട്ടിയ ടൈമിനെ മിനിറ്റ് ആയിരുന്നു. നമ്മളതിനെ എന്ത് ചെയ്തു? കിലോമീറ്റർ ആക്കി. അല്ല, മീൻസ് അവറിലേക്ക് മാറ്റി. ഓക്കെ അല്ലേ? 360 × 4 × 60 ഡിവൈഡഡ് ബൈ 393.5 × 3. ഓ, കിട്ടുന്നില്ല. ഇത് ഇതിലും പോകില്ലല്ലോ. 787 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ താഴെ 757 വരും. അങ്ങനെ നില്ല ആലോചിച്ചേ. താഴെ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 787 വരും. എടാ, അതല്ലല്ലോ ചോദിച്ച ക്വസ്റ്റ്യൻ, അതല്ലായിരുന്നല്ലോ. നമ്മളിപ്പം മൊത്തത്തിൽ ആവറേജ് അല്ല അങ്ങനെ വെച്ചാൽ ആവറേജ് ഓഫ് ദ സ്പീഡ്സ് ഓഫ് ദ ബീസ് കാർ ഓൺ ഓരോ സ്പീഡും കണ്ടുപിടിച്ചിട്ട് ആ സ്പീഡുകളുടെ ആവറേജ് ആയിരുന്നു. ആവറേജ് ഓഫ് ദ സ്പീഡ്സ് ഓഫ് ബി കാർ അത് ടാസ്ക് ആണ്. ഓരോന്നിന്റെയും ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ പോരെ? അത് തന്നെ 31. എന്ന് വെച്ചാൽ ആദ്യത്തത് 81 × 3/4 ഡിവൈഡഡ് ബൈ 81/60 വരും. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 15 3 45 ആദ്യത്തത്. അടുത്തത് 54 × 3/4 ബൈ 72 × 60. 54 ആകുമ്പോൾ 8 × 9 അല്ല 9 × 8 9 × 6 ഇനി എത്ര വരുന്നത്? അത് 45 തന്നെയല്ലോ. അത് 45 വരുന്നത്. ഞാൻ കാൽക്കുലേറ്റർ എടുക്കാൻ പോവാ.
54 നീ ചെയ്തോ. 54 ഇൻറ്റു 3/4 ഇൻറ്റു 60 ബൈ 72. അത് 33.75 ആവുന്നത്. ഏത് രണ്ടാമത്തെ അതെങ്ങനെ ശരിയാവുന്നു? 6/8. 8നെയും 60നെയും ഒന്ന് ആലോചിച്ച് കട്ട് ചെയ്യാം. 54 ഇൻറ്റു 3/4 അല്ലേ, ഡിവൈഡഡ് ബൈ അടുത്ത എത്രയാ? 72 72 ഇൻറ്റു 60. ആണ് ചെയ്ത് നോക്ക്. എന്താ 72 8 54 6. 60 ഡിവൈഡഡ് ബൈ ആ 4 താഴെയായിരുന്നു. തെറ്റിയാ. 33.75 ആ വന്നത്. നിൽക്കുക, ഇതൊന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ ഇത് തന്നെയാണോ എന്നുള്ളത്. ആദ്യത്തെ എൻ്റെ സ്പീഡ് എങ്ങനെയാണ് മാറിയത്? 108 കിട്ടിയതല്ല, സോറി, 80 വന്നത് എങ്ങനെയാ? എടാ 3/4 ആയിരുന്ന 4/3 ആയിരുന്നാ? 4/3. 4/3 നല്ലതാടാ. നിങ്ങള് പറഞ്ഞു ഞാൻ ചെയ്തു. എന്നെ പരിപാടി, നീ ഇങ്ങനെ എന്നെ ഇങ്ങനെ അല്ലല്ല വിശ്വസിക്കല്ലേ. നീ ഇങ്ങനെ എന്നെ വിശ്വസിക്കാൻ നിൽക്കല്ലേ. 81 ഞാൻ ഇൻറ്റു തെറ്റിക്കുമെന്ന് നിനക്കറിയാമല്ലോ. ഒന്നാമത് ഞാൻ അതെല്ലാം മായച്ചും കളഞ്ഞു. ഇൻറ്റു 3 ഇൻറ്റു 4/3 4/3. ശരിയാ, 4/3 ആയിരുന്നു. ഒരു ബോധവും ഇല്ല. 81 ഇൻറ്റു 60. 81 കട്ട് 80. എനിക്ക് വയ്യ, ഞാനല്ല, നീ തന്നെ ഇരുന്ന് ചെയ്താൽ മതി. അടുത്ത ഓക്കെ. ക്വസ്റ്റ്യൻ. ബാക്കി സ്ലേറ്റ്. The data given below shows the total number of Monday, students Tuesday, in the class. Wednesday. Monday, Tuesday, Wednesday. അറ്റൻഡഡ് ആണ്. നീ ശ്രദ്ധിച്ച് പോകണേ. അറ്റൻഡഡ് ക്ലാസ് ആണ് ഓൺ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. സം സ്റ്റുഡൻസ് അറ്റൻഡഡ് ക്ലാസ് ഒൺലി ഓൺ വൺഡേ. വേണമെങ്കിൽ വെൻ ഡയഗ്രാം ആവാം. സം അറ്റൻഡഡ് ഒൺലി 2 ഡേ ആൻഡ് റിമൈനിങ് അറ്റൻഡഡ് ഓൾ 3 ഡേ. അപ്പോൾ അതെ, അതല്ല ഓൺലി ആൻഡ് ട്യൂസ്ഡേ എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നു. വെൻ വരച്ച് നോക്കാം. മൺഡേ, ട്യൂസ്ഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഉള്ള കോൺഫിഡൻസ്. ചിലർ ഒള്ളി വൺ ഡേ, ഒള്ളി 2 ഡേ. ഒള്ളി വൺ ഡേ എന്ന് പറയുമ്പോൾ ഇത്, ഒള്ളി 2 ഡേ എന്ന് പറയുമ്പോൾ ഇത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒള്ളി എന്തെങ്കിലും ആട്ടെ നോക്കാം. പക്ഷെ ഇങ്ങനെ വരുമോ? നോക്കാം. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ആക്ച്വലി വെൻ ഡയഗ്രാം ടേബിളായിട്ടും വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വരയ്ക്കാണ്ട് തന്നെ നോർമലി ഇങ്ങനെ എഴുതി പോകേണ്ടി വരും. ഒള്ളി വൺ ഡേ, ഒള്ളി അങ്ങനെ പോകുന്ന സാധനങ്ങൾ വരും. The ratio of the number of students who attended the class only on Monday to those attended on only on Tuesday 6:5. The number of students who attended class only on Wednesday എന്ന് പറയുന്ന 5 times the difference between only on Monday and only on Tuesday. അപ്പോൾ ഒരു ഡിഫറൻസ് 1 ആണ്, അതിൻ്റെ 5 times. അപ്പോൾ 5 ടോപ്പ് ഓഫ് ഫോം. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അടുത്ത, the number of students who attended class on Monday and Wednesday but not on Tuesday. Monday and Wednesday, not on Tuesday എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് is equal to the number of students who attended Tuesday and Wednesday but not on Monday. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, 1:1. പക്ഷേ ഇത് വേറെ റേഷ്യോ ആണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. The number of students who attended class on all 3 days എന്ന് പറയുന്നത് is the double of the number of students who attended class on Monday and Tuesday but not on Wednesday. എന്ന് വെച്ചാൽ അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും എന്നല്ലേ? അതിന് ബോധം വേണം. എനിക്ക് ഓർമ്മയുണ്ട് ഇത് 3 ഒരു ഫാക്ടർ. ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുത്തോളാം. എനിക്ക് തിരിയണം. ഓൻ വേണ്ട പോ. 6x 5x 5x. ഇവിടെ 1y അല്ലെങ്കിൽ y/y. ഇത് തൽക്കാലം റേഷ്യോ തന്നെ ഇരിക്കട്ടെ. ഓക്കെ,
നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണക്ഷൻ തെറ്റിച്ച്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അറ്റൻഡ് ഓൾ 3 ഡേയ്സ് എന്ന് പറയുന്നത് ഡബിൾ ഓഫ് ദ മൺഡേ ട്യൂസ്ഡേ നോട്ട് വെനസ്ഡേ വിച്ച് ഈസ് വിച്ച് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ നോട്ട് വെനസ്ഡേ എന്ന് പറയുന്നത് 40% ഓഫ്, അതെന്ന് പറയുന്നത് 40% 2/5 എന്ന് വരും. 40% ഓഫ് അറ്റൻഡ് ഓൺ മൺഡേ വെനസ്ഡേ നോട്ട് ട്യൂസ്ഡേ. മൺഡേ വെനസ്ഡേ നോട്ട് ട്യൂസ്ഡേൻ്റെ ഇതാണ് മറ്റേത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 5 വരും, ഇത് 5 വരും, ഇത് 2 വരും. ഇത് 2 വന്നു കഴിഞ്ഞാൽ ഇത് 4 ആവും. ഇത് 5 ആണെങ്കിൽ ഇതും 5. ഇപ്പോൾ 2 റേഷ്യോ ആയിട്ട് മാറി. സൂപ്പർ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ക്ലാസ് ഓൺ മൺഡേ ഈസ് 40. മൺഡേയിൽ 40 ആണ്. അത് 6 കട്ടാവില്ലല്ലോ. സോറി, ടോട്ടൽ നമ്പറാണ്. ടോട്ടൽ നമ്പർ 40. മൺഡേയിലെ ടോട്ടൽ നമ്പർ 40. ഇതെന്ന് പറയുന്നത് 50% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 80 ആണ്. രണ്ട് ഇക്വേഷനല്ലേ ഉള്ളൂ. അപ്പം മെയിൻസ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടീഷൻ ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോസിബിലിറ്റി എടുക്കേണ്ടി വരും. നിലവിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ എങ്ങനെ വരും? 6x പ്ലസ് 5 4 9 10 11 y ഈസ് ഈക്വൽ ടു 40 അല്ലേ? അല്ലേ പിന്നെ y ഈസ് ഈക്വൽ ടു എത്ര വരും? 40 മൈനസ് 6x ബൈ 11. ഓക്കെ, ചുമ്മാ വേറെ പോസിബിലിറ്റി എടുക്കാമല്ലോ. ചുമ്മാ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. എക്സ് വൈ വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇതിപ്പം ഇത് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 80 കിട്ടൂലേ? 2 ഇക്വേഷനാവേ. അതും ഒരു പോയിന്റ് ആയിരുന്നല്ലോ. എന്തിനാ പോസിബിലിറ്റി എടുക്കുന്ന? 2 കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലേ? പക്ഷെ ഇതില് എല്ലാവരും എന്തെങ്കിലും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ? അല്ലാണ്ട് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മൈൻഡ് ചെയ്യണ്ട. അപ്പം ഇത് കൂട്ടി ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല. നോർമലി എടുത്തത് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചില്ല. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 6x പ്ലസ് 11y ഈസ് ഈക്വൽ ടു 40. മൊത്തത്തിലെല്ലാം കൂടെ എത്ര വരും? 5 10 16x പ്ലസ് 5 4 10 11 5 16y. 16x പ്ലസ് 16y ഈക്വൽ ടു 80. ഫുൾ കട്ട് ചെയ്യാൻ x പ്ലസ് y ഈസ് ഈക്വൽ ടു 5. 5 ആണ്. 2 അല്ലേ? 16. ഓ സോറി, 5. ഞാനിപ്പോൾ ഇവിടുന്ന് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 30. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 5y ഈസ് ഈക്വൽ ടു 10, y ഈസ് ഈക്വൽ ടു 2. y 2 എന്ന് പറയുകയാണെങ്കിൽ ഇത് 4, ഇത് 4 വരും, ഇത് 8 വരും, ഇത് 10 വരും, ഇതും 10 വരും. y 2 ആണെങ്കിൽ x എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3 ആകുമ്പോൾ ഇത് 18 വരും, 15 വരും, 15 വരും. ഓക്കെ, എല്ലാം കിട്ടി. ഇത് എളുപ്പമാണല്ലോ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അറ്റൻഡഡ് ക്ലാസ് ഓൺ ട്യൂസ്ഡേ എന്ന് പറയുന്നത് 92.5 അറ്റൻഡഡ് ഓൺ തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 25 12 37. 37 എന്ന് പറയുന്നത് 92.5% ഓഫ് തേഴ്സ്ഡേ ആണ്. ഇതാണ് 92.5. അങ്ങനെയാണെങ്കിൽ 100 കണ്ടുപിടിച്ചാൽ തേഴ്സ്ഡേയിലെ വാല്യൂ കിട്ടും. ഓക്കെ, ആൻഡ് ദ റേഷ്യോ ഓഫ് ദ 92.5 വേണമെങ്കിൽ ഫ്രാക്ഷൻ ആക്കി വെക്കുക. 92.5 എന്ന് പറയുമ്പോഴത്തേക്ക് 92 1/2 വരും. 9 9 18 185/2 അല്ലെ പെർസെൻറ്റേജ് ആക്കുകയാണെങ്കിൽ 200 എന്ന് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 18 18 36 1 37/4. അപ്പം തേഴ്സ്ഡേ 4. സോറി, 5 വെച്ചില്ല ഞാൻ കട്ട് ചെയ്ത്. 5 വെച്ചാകുമ്പോൾ 40, 37/40. 37/40. അപ്പോൾ ഇത് 37 ആണെങ്കിൽ മറ്റേത് കറക്റ്റ് തന്നെ 40. അപ്പോൾ 40 തേഴ്സ്ഡേ. അങ്ങനെയാണെങ്കിൽ ബോയ്സ് ടു ഗേൾസ് 3:5. അപ്പോൾ 8 5 15 25 പടി. ബോയ്സും ഗേൾസും 3:5. നമ്പർ ഓഫ് ബോയ്സ് ആണ് ചോദിച്ചത്. 15 പോരാ, നീ ഓടി എത്തിയില്ല, നീ ഫാസ്റ്റ് ആയില്ല. അടുത്ത The ratio of boys to girls only Monday is boys is to girls only Monday എന്ന് പറയുന്നത് 18. 1:2 എന്ന് പറയുമ്പോൾ 6 12. The ratio of boys to girls who attended class only Tuesday only Tuesday എന്ന് പറയുമ്പോൾ 15. 2:1 3 5 10 5.
ratio of boys to girls who attended only Wednesday 2:3. Only Wednesday എന്ന് പറയുമ്പം 15, 5, 3, 6, 9. പിന്നെ Tuesday ratio of number of boys to girls ഏത് Wednesday? Ratio of number of boys to girls in the class 2:3. 2:3 ടോട്ടൽ 50 അല്ലേ? 5, 16, 2, 32, 16, 3, 48 boys to girls total. Then find the what percentage of total number of boys in the class attended only on Monday. 6, 16, 16, 6, 22. 22 by 32 into 100. 16, 11. 1100 by 16. 6, 2, 8, 8, 3, 37, 275. 6, 24, 35 വരുമ്പോൾ 68.32, 68.75. എനിക്ക് ആൻസർ ഇട്ടിട്ട് 13 സെക്കൻഡ്. 13 സെക്കൻഡ് അല്ലേ? അതൊരു സെക്കൻഡാണ്. നീ എങ്ങനെ ചെയ്തേ? ഫ്രാക്ഷൻ പോയത് എവിടെ പോയി? 22/32 അല്ലേ? കൺവേർട്ട് ചെയ്തു. 22/32 100. 11/16. എനിക്ക് ഞാൻ അതിനെ 1100/16 എന്തിന് 1/16 നിനക്കറിയില്ലേ? 1/16 6.66. 6.25. 6.25. എന്നിട്ട് അതിൻ്റെ 11 ചെയ്താൽ പോരെ? 11 പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് 5, 6, 7, 7, 8, 6, 68.75. പോരാ. വീണ്ടും തീല. അടുത്തത് ബാ. Total number of students. Total number of students who attend the class only on one day is m% of total number of students in the class. 18 m% ആണ്. only on one day. അതായത് 18, 30, 40, 48. m = 60 ആണ്. And total number of students who attend the class only on 2 days is n% of total number of students in the class. 4, 5, 5 into only 2 പറയുമ്പോൾ 10, 20, 24, 30% ആയിട്ടാ. The total number of students who attended all three എന്ന് പറയുമ്പോൾ 8. What percentage of total number of students in the ഇതെന്താ? പിന്നെന്തിനാ ഇവര് m എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഓപ്ഷൻ നോക്കടി. അപ്പം ടോട്ടൽ 8/80, 1/10, 10%. മറ്റേത് m എത്രയായിരുന്നു? m 60, n 30. n എങ്ങനെ 30 വന്നേ? n 30 അല്ലേ? 80/100 വെച്ച് കഴിഞ്ഞാൽ only 2 days അല്ലേ ചോദിച്ചത്? only 2 days എന്ന് പറയുമ്പോൾ എത്രയാ? 24. 24/4/5. 5/4. 4/5. 80/100 എത്രയാ? 80/100. നീ എന്തൊക്കെയാ പറയുന്നത്? ടോട്ടൽ സ്റ്റുഡൻസ് 80% ഇല്ല അല്ലേ? n% of 80/100 അല്ലേ? Sorry, that was my mistake. Sorry, total students 80 ആയിരുന്നു. അപ്പോൾ n 30. Sorry. Okay. 30 തന്നെ. Sorry, my mistake. എന്നിട്ടോ കണ്ടുപിടിക്കണം. അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ കണ്ടുപിടിച്ചിട അങ്ങോട്ട്. 90 - 60 30/5. 30/5 6. എനിക്കിപ്പോൾ ഉത്തരം കിട്ടിയത് എത്രയാ? -n/3. 10% അല്ലേ വരേണ്ടത്? പോരാ. ശരിയാ. വീണ്ടും നീ എത്തിയില്ല. ഞാൻ ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നുണ്ടായതാ. ലാസ്റ്റത്തെ ചെക്ക് ചെയ്തു. Total number of students who attend class on Tuesday and Wednesday. Tuesday. 8, 12, 25, 37. Tuesday. And Wednesday.
വെനസ്ഡേ 8 5 13 25 35 38. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് 14 15 ഇഷ്ടമാണ് 75/80. 80 90 ഉണ്ടാവും. 90 ഉം. 90. Total number of students who attended the class on Tuesday and Wednesday. അയ്യേ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ 10 അല്ലേ? എനിക്കറിയില്ല. ഓൾട്ടല്ലോ അല്ലേ? ലാ 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 ലാ. ഞാൻ പറഞ്ഞു തരില്ല. പറഞ്ഞിട്ടാ. എന്തിന്? എനിക്ക് ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാറില്ലേ? എന്താ പറഞ്ഞേക്കണേ? Total number of students who attend the class on Tuesday and ആ Wednesday. എല്ലാം കൂടെ ട്യൂസ്ഡേ വെനസ്ഡേയും കൂടെ മൊത്തത്തിൽ കൂട്ടിയാൽ പോരെ? എത്ര ഇത് ഞാൻ ഇതെല്ലാം കൂട്ടി. കൂടെ അപ്പൊ ഇത് എനിക്ക് ഇത് 37 38. 37 38 വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ മതി. ഓ 37 അല്ലെങ്കിൽ മറ്റേതാവല്ലേ ഡബിള്. 37 ഇവിടെ എത്ര വരും? 25 ആകുമ്പോഴത്തേക്ക് 62 62/80 31/40. 37 25. 1/4 എന്ന് പറയുമ്പോഴത്തേക്ക് 25%. അപ്പോൾ 1/40 എന്ന് പറയുമ്പോൾ 2.5 2.5 ഇൻറ്റു 31 ആണ് ആക്ച്വലി. അപ്പോൾ 25 ഇൻറ്റു 31 വരുന്നത്. അതിൽ 32 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം അല്ലേ? എത്ര വരും? 800 വരും. പക്ഷെ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി, 775. അപ്പോൾ തീരെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. 4 trains A, B, C, D cross a pole, platform P and platform Q in different times. And each train is different. ഒരു പോളിനെയും ഒരു പ്ലാറ്റ്ഫോമിനെയും 2 പ്ലാറ്റ്ഫോമിനെയും ക്രോസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫ് ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. സ്പീഡ് ഓഫ് ഈച്ച് ട്രെയിൻ ലെങ്ത് പോളിനെ ക്രോസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മൈൻഡ് പോയി. ഓക്കെ, 4 trains A, B, C, D. A, B. എടാ ഞാൻ വരുന്നുണ്ട്, എൻ്റെ ഫോണും ചാർജ് ഇട്ടിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ പെട്ടു. ഒന്നാമത് മരണ വീടാ. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ആര് കേൾക്കാമോ? ഇത് അടിച്ചു പോകുന്ന സാധനങ്ങൾ ഇതൊക്കെ നീ പറഞ്ഞ്. ഹലോ, ആ കേൾക്കാം. കേൾക്കുന്നുണ്ട്. ആ, എന്നൊന്നും കേൾക്കുന്നില്ല അങ്ങോട്ട്. എ ബി സി ഡി ക്രോസ് എ പോളിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ടൈമാണ്. പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൻ്റെ വേറെ ടൈം. അതിൻ്റെ ലെങ്ത് ഓഫ് ഈച്ച് ട്രെയിൻ ഡിഫറൻറ്റുമാണ്. എ ബി സി ഡി എല്ലാത്തിൻ്റെയും ടൈംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. എന്താ പറയുന്നത്? ലൈൻ ഗ്രാഫ് ഷോസ് ലെങ്ത് ഓഫ് ഈച്ച് ട്രെയിൻ ഇൻ മീറ്റേഴ്സ് ഇൻ മൾട്ടിപ്പിൾ ഓഫ് 10. അപ്പോൾ അതിനെ ഇൻറ്റു 10 കൂടെ ചെയ്യണം അല്ലേ? നീലയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? എനിക്ക് ഈ സാധനം തരഞ്ഞുകൊണ്ട് ഞാൻ എഴുതി വയ്ക്കും. എനിക്ക് ലൈൻ ഗ്രാഫ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന സാധനമാണ്. 3x 3y 2y 4x. അടുത്ത എന്താ? സ്പീഡ് ഓഫ് ദ ട്രെയിൻ വയൽ ക്രോസിങ് ദ പോളിനെ ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ്. അങ്ങനെ പറഞ്ഞിട്ടിപ്പോൾ കാര്യമൊന്നുമില്ല, ട്രെയിനിൻ്റെ സ്പീഡ് തന്നെയാണ് അല്ലേ? പോളിനെ ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ സ്പീഡ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ചുമ്മാ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. എന്താണ്? 30 20 40 16. അപ്പോൾ സ്പീഡും കിട്ടി, ലെങ്തും കിട്ടി. ഇന്നും എല്ലാം ഉണ്ടാകും. അടുത്ത ടേബിൾ എന്ന് പറയുന്ന ടേബിൾ ബിലോ ഷോസ് ദ ടൈം ടേക്കൺ ബൈ ഈച്ച് ട്രെയിൻ ടു ക്രോസ് ദ പോള് പ്ലാറ്റ്ഫോം ആൻഡ് പോളിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ടൈം തന്നെയാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രെയിനിൻ്റെ ടൈം അപ്പോൾ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡിൻ്റെ ടൈം എത്രയാണ്? 240 ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതെത്ര കിട്ടും? 240 എന്ന് കിട്ടും. 240 കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എടുത്തൂടെ?
എക്സ് ഈക്വൽ ടു 80. എക്സ് ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 80 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 320 എന്ന് വരും. ഇവിടെ 320. 320 വന്നു കഴിഞ്ഞാൽ ഇവിടെ 32/16 അപ്പോൾ 20 ആണ് 20 ഇവിടുത്തെ വരും. ടൈം കിട്ടി. ഇനി ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം പി എന്ന് പറയുന്നതിൻ്റെ ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 16 പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീന്റെ തന്നിട്ടില്ലേ? ബീന്റെ 23 ടൈം. ഏതാടാ? ബീന്റെ 23. അപ്പം നമുക്ക് സ്പീഡും ഉണ്ട്, ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ടൈമും ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 × 16 എത്രയാ? 256. സെറ്റാവാത്ത. അതല്ല, ഇതും കൂടി കണ്ടുപിടിച്ചൂടെ? സീൻ്റെ ടൈം 5 തന്നിട്ടുണ്ടല്ലോ. അപ്പം 2y എന്ന് പറയുമ്പം 200. മനസ്സിലായില്ല. നില എൻ്റെ കയ്യിൽ നിന്ന് പോയതൊരു ഡൗട്ട്. ഒരു കിലോമീറ്റർ മീറ്റർ ഒന്നും ഇല്ല. ഓ, ലെങ്ത് ഇൻ ടെൻസ് ആയിരുന്നു അല്ലേ? എടാ, നമ്മുടെ ആൻസർ എടുത്ത തെറ്റി. ഇൻ ടെൻസാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇൻറ്റു 10 കൂടെ ചെയ്യണ്ടേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3x അല്ല 30x ആയിരുന്നു. 30x ആണ് എന്ത് വരുന്നത്? 240 വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് 8 വരുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ വലിയ മാറ്റമില്ലല്ലോ. എന്നാലും എന്താ ഇവിടെ കൺഫ്യൂഷൻ ആവില്ലേ? നമുക്ക് ഇവിടുന്ന് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എടുക്കാൻ പറ്റും. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ട്. എത്രയാണ്? 240 കിട്ടി. എക്സ് 8 ആണെങ്കിൽ 8 വെച്ചിട്ട് മറ്റേത് എത്ര വരും? 320. ലെങ്ത് മാറുന്നില്ല, കുഴപ്പം. കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. എത്രയാണ്? എന്നാൽ 32, 320 തന്നെ വരും. ഓക്കെ, അപ്പോൾ 320 വരും. 16 32 320 3200. മനസ്സിലായില്ല. അവിടെ ശരിക്കും ഉള്ളത് എന്താ? 40x അല്ലേ ഉള്ളത്? 40x എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 8 ആണെങ്കിൽ 40 × 8. എന്താ നോക്കാം. എനിക്കത് എവിടെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. വാ നോക്കാം. അത് നമുക്ക് സീൻ്റെയും കൂടി കണ്ടുപിടിക്കാലോ. The speed of the each train in meter per second is different while ചുമ്മാ അല്ല, ഇപ്പോൾ കൺഫ്യൂഷൻ മാറിയടാ. എന്താ വെച്ചാൽ എൻ്റെ കൺഫ്യൂഷൻ ഇതായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ലെങ്ത് എടുത്തല്ലോ. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം നമ്മൾ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് കിട്ടി. എന്ന് വെച്ചാൽ ഇത് സ്പീഡ്, ഈ സ്പീഡ് എന്തിൻ്റെ സ്പീഡാണ്? പോളിനെ ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ട്രെയിനിൻ്റെ സ്പീഡ് തന്നെ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതാണ് ഞാൻ മെയിൻസിനെ നമ്മൾ ഒരുപാട് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞത്. ഇവന്മാർ പറഞ്ഞേണ്ട. ക്രോസ് ചെയ്യും, പോളിനെ ക്രോസ് ചെയ്യുമ്പോഴും പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോഴും ക്യൂവിനെ ക്രോസ് ചെയ്യുമ്പോഴും പല പല സ്പീഡാണ്. മനസ്സിലായി? ട്രെയിനിൻ്റെ സ്പീഡ് മാറുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കണ്ട, ആക്ച്വലി നമുക്ക് ഇവിടെ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ പോളിൻ്റെ ടൈമാണല്ലേ? പോളിൻ്റെ ടൈമിൻ്റെ പോളിൻ്റെ സ്പീഡ് ചെയ്ത ടോട്ടൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് കിട്ടി. നമ്മുടെ നോർമൽ കേസിലായിരുന്നുണ്ടെങ്കിൽ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ടൈമുണ്ട്, സ്പീഡും ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 256 എന്ന് പറയുന്നത് ലെങ്ത് കിട്ടേണ്ടതാണ്. പക്ഷേ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലുത് വേണ്ടേ? കാരണം ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ 320 ഉണ്ട്. ഓക്കെ, മനസ്സിലായി? അപ്പം നമുക്കിവിടെ തെറ്റും ആക്ച്വലി. അങ്ങനെ നോക്കുവാണെങ്കിൽ ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള ടൈമുണ്ടല്ലേ, എന്തെങ്കിലും കിട്ടും. നമുക്ക് നോക്കാം, ഉള്ളത് വെച്ചിട്ട് പോവാം. അപ്പോൾ 8 വന്ന് വേറെ എന്താ ഉള്ളത്? സീൻ്റെ ലെങ്ത് 5 ഉണ്ടല്ലേ? അപ്പോൾ ഇത് എത്ര കിട്ടും? 4 20 200 കിട്ടി. അപ്പോൾ y = ഇത് 20 y അല്ലേ? 20 × 200 അപ്പോൾ 10. y = 10 കിട്ടി. 10 വരുമ്പോൾ അടുത്തെത്ര വരും? 300 അല്ലേ? 300 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈം എത്ര കിട്ടും? 15. അപ്പം പോളിൻ്റെ കേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം പി ആൻഡ് ക്യൂ 160 250 അവർ തന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 160ഉം അടുത്ത ക്യൂവിൻ്റെ എന്ന് പറയുന്നത് 240ഉമാണ്. അപ്പോൾ അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? എല്ലാം സെറ്റാ ആണെന്ന് വിശ്വസിക്കുന്നു. വേറെ എന്തൊക്കെ ഡേറ്റ ഉണ്ട്? 23ഉം 16ഉം ഉണ്ട്. അടുത്ത് ഇവിടെ ഒരു 18ഉം 22ഉം ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ പോയി നോക്കാം. പിന്നെന്താ വേണ്ടേ? ഇഫ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ
കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല ഇല്ല. ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്പീഡ് ഓഫ് ട്രെയിൻ ട്രെയിൻ വൈൽ ക്രോസിംഗ് പി, ഏതാ സ്പീഡ് ഓഫ് ദ ട്രെയിൻ വൈൽ ക്രോസിംഗ് പി എന്ന് പറയുമ്പോൾ ഏതാണ്? പ്ലാറ്റ്ഫോം പി എന്ന് പറയുമ്പോൾ ഏത് വരും? അറിയത്തില്ല. 160 അല്ലേ പ്ലാറ്റ്ഫോം പിന്റെ ലെങ്ത് പറയുന്നത്? ഇത് ടൈമാണ്, ട്രെയിനിന്റെ ഇതും ടൈമാണ്, ഇതും ടൈമാണ്. ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് പറയുന്നത് എന്താണ്? ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എ വൈൽ ക്രോസിംഗ് പി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ട്രെയിൻ ബി വൈൽ ക്രോസിംഗ് പി. ട്രെയിൻ ബി പീനെ ക്രോസ് ചെയ്യുന്ന സ്പീഡും എ പീനെ ക്രോസ് ചെയ്യുന്ന സ്പീഡും സെയിം ആണ്. ഇവിടെ സ്പീഡ് മാത്രമല്ലേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കിട്ടിയതിൽ മാറ്റം വരില്ലല്ലോ. ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടുത്തെ കണ്ടുപിടിച്ചൂടെടാ? അല്ല, ബീൻ്റെ കണ്ടുപിടി. ബീൻ്റെ കേസിൽ ട്രെയിനിൻ്റെ ലെങ്ത് 300 പ്ലസ് പീൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് 160 ഡിവൈഡഡ് ബൈ 23 എന്ന് വെച്ച് കഴിഞ്ഞാൽ 460/23 എന്ന് പറയുന്നത് എത്ര കിട്ടും? 20. 20 നമുക്ക് എന്ത് കിട്ടുന്നത്? ബീൻ്റെ സ്പീഡ് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെയും സ്പീഡ്. അപ്പം 240 പ്ലസ് 160 എന്ന് പറയുമ്പോഴത്തേക്ക് 2 3 400/20 ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് പറയുന്നത് ട്രെയിൻ പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ടൈം കിട്ടും. ആലോചിച്ചെത്തിയാ? പ്രോസസ് ഓക്കെ നീജി, ഇത്രയും ആലോചിച്ച് സെറ്റ് ചെയ്തിട്ട്. അല്ല, നീ ചെയ്യാൻ പറയുന്നത് ആലോചിച്ച് നോക്കാൻ പറഞ്ഞതാ. സ്പീഡായി ട്രെയിൻ പീനെ ക്രോസ് ചെയ്യുമ്പോൾ ടൈം 20 കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ എന്നുള്ളതാ ചോദിച്ചാൽ. എന്താ? ടൈം ടേക്കൺ ബൈ ബി ടു ക്രോസ് ദ പ്ലാറ്റ്ഫോം പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണോ? അല്ല, അത് ഏന്റെ അല്ലേ? ഏന്റെ ടൈം അല്ലേ 20? ഏന്റെ അല്ലേ ടൈം കണ്ടുപിടിച്ചത്? ബീന്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അല്ല, ബി വെച്ചിട്ട് എയിലാ പോയത്. ചോദിച്ച ടൈം വെച്ചിട്ടാ. ടൈം ടേക്കൺ ബൈ ബി ടു ക്രോസ് ദ പി എന്ന് പറയുമ്പോൾ 23. 23 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടൈം ടേക്കൺ ബൈ എ ടു ക്രോസ് പി. എ ടു ക്രോസ് പിയുടെ ടൈം എത്രയായിരുന്നു? 20. എത്ര വരും? 3/20 അല്ലെങ്കിൽ 115%. ആലോചിച്ച് നോക്കിയേ. ഇത് പറ, വേഗം പറ. The speed of train C while crossing platform P is 60% of that C while crossing the pole. ഓക്കെ, സി ക്രോസ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഉള്ളത് വെച്ച് സെറ്റ് ചെയ്യാൻ നോക്ക്. ക്രോസിംഗ് ഫ്ലോന്റെ ടൈം അല്ല, സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ? സ്പീഡ് 40 ഉണ്ട്. അതിന്റെ 60% അല്ലേ? അതെന്ന് പറയുന്നത് 3/5. അതിന്റെ 60% എത്രയാ? 0 കഴിഞ്ഞ് മൾട്ടിപ്ലൈ അടി 24. അതിന്റെ 60. ഓക്കെ, 24. അതെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സി വൈൽ ക്രോസിംഗ് പി. സ്പീഡ് ഓഫ് സി വൈൽ ക്രോസിംഗ് പി. സിന്റെ 200 പ്ലസ് 160. 360/24. 360/24. ഓക്കെ, എനിക്കറിയാതാ, ഞാൻ പറഞ്ഞത് ശീലിച്ച് കുഴപ്പമൊന്നുമില്ല. സ്പീഡ് ഓഫ് സി വൈൽ ക്രോസിംഗ് പി എന്ന് വെച്ചാൽ പീനെ ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് എന്ന് പറയുന്നത് 60% ഓഫ് സി വൈൽ ക്രോസിംഗ് പോളാണ്. സി ക്രോസിംഗ് പോളിൻ്റെ സ്പീഡ് 40. 40ൻ്റെ 60% എന്ന് പറയുമ്പോൾ 24 എന്ത്? ഇവിടുത്തെ ഈ കേസിൻ്റെ. ഇതാണ് നമ്മുടെ കേസ് 1, ഇത് കേസ് 2, ഇത് കേസ് 3. പീനെ ക്രോസ്. അപ്പം സെക്കൻഡ് കേസിൽ എന്ന് വെച്ചാൽ പീനെ ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് 24. ഡിസ്റ്റൻസ് എത്രയാ? 200 160/24. 15. അതാണ് ഇവിടുത്തെ ടൈം. ചോദിച്ചത് എന്താ? ആവറേജ് ഓഫ് ബി സി ഡി എല്ലാം ഇല്ലേ? ആവറേജ് ടൈം ഓഫ് ബി സി ഡി ടു ക്രോസ് പി. ഓക്കെ അല്ലേ? ബി 23 ഉണ്ട്, ഡി 16 ഉണ്ട്, സിയും ഉണ്ട് 39. 15. 39 15. 54/3 18. നെക്സ്റ്റ്. Time taken by train to cross platform Q is 56.25. 56 4/4. A to cross P.
എ ടു ക്രോസ് പി തന്നിട്ടില്ല. ബി ടു ക്രോസ് പി നമ്മൾ കണ്ടുപിടിക്കാം അല്ലേ? A2 ക്രോസ് ക്യൂ അല്ലേ? സോറി ക്യൂ. ടൈം ടേക്കൺ ബൈ ബി ടു ക്രോസ് ക്യൂ എത്രയാടാ? 23. അല്ല, ക്യൂവിന്റെ ടൈം ടൈമാടാ 18 പോയിന്റ് 18 56.25 ആണ്. 56.25 എന്ന് പറയുമ്പോൾ 4/7 അല്ലേ? എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും, 50 3/7 പ്ലസ് 6.25 എടുക്കും, എന്നിട്ട് 1/2 പ്ലസ് 1/16 എടുക്കും. അല്ലെങ്കിൽ ഇതാണെങ്കിൽ 8/16 എടുത്തിട്ട് 9/16 ആക്കി. മനസ്സിലായോ? മനസ്സിലായി, പക്ഷെ അത് 7ന്റെ അല്ല. 7ൻ്റെ അല്ല. 7ൽ 0.25 എന്തായാലും വരില്ല. ഞാൻ 6.25 എനിക്കറിയാം. 6.25 1/16 ആണ്. പിന്നെ അപ്പോൾ 50 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പോൾ 50 പ്ലസ് 6.25 ആക്കും. 1/2 പ്ലസ് 1/16 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 8/16 ആക്കി. അപ്പോൾ 9/16 ടോട്ടൽ വരും. എന്താ പറയുന്നത്? ക്യൂ ആണ് ക്യൂ ആണ് 56 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ആണ് 18 എങ്കിൽ മറ്റേന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 32 ആയിരിക്കും അല്ലേ? ഏത് എ ക്യൂ, എ ടു ക്രോസ് ക്യൂ എന്ന് പറയുമ്പോൾ 32 കിട്ടും. എ ടു ക്രോസ് ക്യൂ. ബി ടു ക്രോസ് ക്യൂ എന്ന് പറയുന്നത് 18. അത് 9/16 ആണെന്നാ പറയുന്നത്. അതാണ് 9. അങ്ങനെയാണെങ്കിൽ 16 എത്ര? അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിച്ചോ. എത്ര വരും? 240 240 480/32 2 3. അപ്പോൾ 15 എയിൻ്റെ സ്പീഡ്. ടു ക്രോസ് ക്യൂ ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ സ്പീഡ് ഓഫ് ദ എ വൈൽ ക്രോസിംഗ് പോൾ? 50% ആലോചിച്ച് വാ. നീ സ്പീഡ് ടൈം ചെയ്തിട്ട് ഇപ്പം എത്ര നാളായി? ഞാൻ മെല്ലെ ചെയ്യൂ. ഇതെന്ത് ഇങ്ങനെ ഫാസ്റ്റിൽ പോയാൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. നീ കിട്ടണ്ട, നീ ഇത് കഴിഞ്ഞിട്ട് നീ ഒന്ന് ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യാം. ഇത് ഞാൻ മിനിച്ചതാണ്. 11 12 എന്താ ചെയ്യുന്നുണ്ട്? ആവറേജ് സ്പീഡ് ഓഫ് ദ ഡി വൈൽ ക്രോസിംഗ് പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും ആവറേജ് ആണ് 27. ടൈം ഉണ്ടോ? ടൈമുണ്ട്. ആവറേജ് 27 ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡി ടു ക്രോസ് പോൾ. ഡി ടു ക്രോസ് പോൾ എത്രയാണ് ടൈം? 20 തന്നിട്ടുണ്ട്. ടു ദ വേറെന്തുണ്ട്? ഇങ്ങനെ പറയുന്ന ആവറേജ് ഏതാ? 2+p+q/2. അപ്പൊ ഏത് സ്ഥലത്താ മറ്റേ ആവറേജ് എടുക്കണ്ടേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ സ്പീഡ് അല്ല ടോട്ടൽ ടൈം. ശരിടാ. ഹോൾ ജേണി ഒക്കെ വരുമ്പോൾ ഹോൾ ജേണി എടുക്കുമ്പോഴാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം പിന്റെ ലെങ്ത് ഉണ്ടോ? അടാ ഡി ടു ക്രോസ് പി നിനക്ക് കണ്ടുപിടിച്ചൂടെ? ഡി ടു ക്രോസ് പി ടൈംസ് 480 ടോട്ടൽ ബൈ 16 എന്ന് പറയുമ്പോൾ 30 സ്പീഡ്. പീനെ ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ്. ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ 30-നേക്കാളും 3 കുറവാണ് ആവറേജ് എങ്കിൽ വീണ്ടും 3 കുറച്ചാൽ 24 ക്യൂവിനെ ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ്. പീൻ്റെ സ്പീഡ് 30, ക്യൂവിൻ്റെ സ്പീഡ് ആവറേജ് 27. 30-നേക്കാളും 3 കുറവാണ് ഇവിടെ. ഇവിടെ നിന്ന് 3 കുറച്ചാൽ മതി, 24. അപ്പോൾ ക്യൂവിൻ്റെ സ്പീഡ് കിട്ടി. ക്യൂവിനെ ക്രോസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് കിട്ടി. അപ്പോൾ ഇനി അത് വെച്ച് തിരിച്ച് കണ്ടുപിടിക്കാം. ടൈം എത്ര കിട്ടും? 320 പ്ലസ് 240 ഓടിയിടുന്നു. 320 240 ക്യൂവിൻ്റെ കേസിൽ 40 അല്ലേ? 580 560. നീ ആരെയാ നോക്കണേ? ഡി ടു ക്രോസ് ക്യൂ 360/24 അല്ലേ? 360 എങ്ങനെയാ വരുന്നത്?
ഡീന്റെ 320 ലെങ്ത്. ആ ഡി 320 പ്ലസ് ക്യൂവിനെ ക്രോസ് ചെയ്യണ്ടേ. ക്യൂവിൻ്റെ ലെങ്ത് 240 ഇല്ലേ? ക്യൂവിന്റെ 40 40. 240 ദേ 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 116 240 240. ഇനി പറ. 560. വീണ്ടും 560/24 അതാണ് സ്പീഡ് അല്ല ടൈം. ഇത് കട്ടാവോ? വേണ്ട, അല്ലാണ്ട് ഇട്ടാൽ മതി. എങ്ങനെയല്ല, ഇപ്പോൾ 20 ചോദിച്ചത് എന്താണ്? ടൈം ടേക്കൺ ബൈ ഡി ടി ക്രോസ് പോള്, അത് നമുക്കുണ്ട് 20. വേണ്ട, മറ്റേതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 560/24. കട്ട് ചെയ്തോ. 3 വെച്ച് എന്തായാലും പറ്റും, 6 വെച്ചും പറ്റും. 0 കട്ട് ചെയ്തു. 2-ന് 56-ന് 28 വെച്ച് കട്ട് ചെയ്തൂടെ? ആ പറ്റും. അപ്പം 6:7/6 വെച്ചിട്ട് 6 വെച്ചിട്ട് 6:7. അത് പറ്റത്തില്ല. അത് നമ്മൾ വായിച്ചതിൻ്റെ മിസ്റ്റേക്കാടാ. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആവറേജ് വായിച്ചതിൻ്റെ തെറ്റിയണ്ട. ആവറേജ് ഓഫ് ദ സ്പീഡ് വൈൽ ക്രോസിങ് പോള് പി ആൻഡ് ക്യൂ മൂന്നിൻ്റെയും കൂടെ ആയിരുന്നു. പിരിച്ചതാ. പോളിൻ്റെ സ്പീഡ് എത്രയാ? 16 പ്ലസ് ക്യൂവിൻ്റെ സ്പീഡ് പീൻ്റെ സ്പീഡ് എത്രയാ കണ്ടുപിടിച്ചേ? 30 അല്ലേ? പീനെ ക്രോസ് ചെയ്യുമ്പോൾ പീനെ ക്രോസ് ചെയ്യുമ്പോൾ സ്പീഡ് പ്ലസ് ക്യൂവിനെ ക്രോസ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ആവറേജ് ആണ് 27. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 27 × 3 എത്രയാ? 81. ആ ശരി, 81. അങ്ങനെയാണെങ്കിൽ മറ്റേൻ്റെ സ്പീഡ് പറ. 46 പോയി കഴിഞ്ഞാൽ 35. അപ്പോൾ അവൻ്റെ സ്പീഡ് 35 കിട്ടി. 35 അവൻ്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ മറ്റേത് എത്ര വരും? 560/35 വരും. കട്ട് ചെയ്യുമ്പോൾ 7 × 5 7 × 8 80/5 16. അപ്പോൾ 20:16 ഇസ് ഈക്വൽ ടു 5:4. ഓക്കെ, സന്തോഷമായില്ലേ? നല്ല ക്വസ്റ്റ്യനല്ലേ? 13/20. മിക്സർ കണ്ടെയ്നിങ് 30 ലിറ്റർ ഓഫ് മിൽക്ക് 30 ലിറ്റർ, വാട്ടർ 10 ലിറ്റർ. ബി കണ്ടെയ്നിങ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:1. എക്സ് ലിറ്റർ ഓഫ് എ എടുത്തു മാറ്റിയ സെയിം റേഷ്യോ ആയിരിക്കും. റീപ്ലേസ് ആണ് ചെയ്തത്. അപ്പോൾ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് മിൽക്കിലാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ എയിൽ നിന്ന് 3:1 റേഷ്യോയിലായിരുന്നു. അതിൽ നിന്ന് പോയി കഴിഞ്ഞാലും എക്സ് പോയി കഴിഞ്ഞാലും 3:1 തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ എക്സ് ഇവിടെ ആഡ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ഓഫ് എ എന്ന് പറയുന്നത് 33:7 ആയിരിക്കും. ഈ കേസിൽ ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരുപാട് രീതിയിൽ ചെയ്യാം. റേഷ്യോ വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണെങ്കിൽ പറയട്ടെ. ഇനിഷ്യലി ഉള്ളത് 30:10 ആയിരുന്നു. റീപ്ലേസ്മെൻറ്റ് ഇതിൻ്റെ ടോട്ടൽ അപ്പം 40. ഇനിഷ്യലി ഉണ്ടായിരുന്ന 40, അതിൽ നിന്ന് എടുത്തു മാറ്റിയുടെ റേഷ്യോ മാറുന്നില്ല. എന്നിട്ട് തിരിച്ച് അത് തന്നെ റീപ്ലേസ് ചെയ്യുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി 40. അപ്പം നമുക്കിവിടെ ആക്ച്വലി കറക്റ്റ് വാല്യൂ തന്നെ ഉണ്ട്. പിന്നെ ഈ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ മിൽക്കാണ് ആഡ് ചെയ്തത്. അപ്പോൾ വാട്ടർ സെയിം ആകുമ്പോൾ ഇവിടെ എത്ര വരും? 21 വരും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 12. അത്രയേ ഉള്ളൂ. എത്ര അപ്പം റിമൂവ് ചെയ്ത് എക്സ് ലിറ്റർ റിമൂവ് ചെയ്യുന്ന പറയുമ്പോൾ എക്സ് എത്രയാണ്? 12. സാധനം കിട്ടി. നമ്മൾ പ്രിലിംസിൻ്റെ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയും വരുന്നത്. കോസ്റ്റ് ഇച്ചിരി ലെങ്തി ആവുന്നേ ഉള്ളൂ. പ്രിലിംസിൻ്റെ 2-3 ടൈപ്പ് ഒരുമിച്ച് വരുന്നേ ഉള്ളൂ. is replaced with the same quantity of milk, the ratio of milk അത് കിട്ടി. എക്സ് ലിറ്റർ ഓഫ് മിക്സ്ചർ ബി ഈസ് റീപ്ലേസ് ചെയ്ത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു 12 എടുത്ത് മാറ്റി. അപ്പോഴും 3:1 ആയിരിക്കും. ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ബിക്കം 7:1. റീപ്ലേസ് അല്ല ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും റീപ്ലേസ്ഡ് വിത്ത് മിൽക്കാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ കറക്റ്റാണ്. ഇവിടെ ആഡ് ചെയ്തു. ഇവിടെ 12. അപ്പോൾ 4 ആണ്.
12. 4 12 1 അപ്പം 3. അപ്പോൾ ഇവിടുത്തെ എല്ലാ വാല്യൂയും കിട്ടും. ഇവിടെ 9 ഉണ്ടായിരുന്നു, ഇവിടെ എത്ര വരും? 21 ഉണ്ടായിരുന്നു, ഇവിടെ 3 ഉണ്ടായിരുന്നു, ഇവിടെയും 3 ഉണ്ടായിരുന്നു. സെറ്റായില്ലേ? സെറ്റായിട്ട് ഇവിടെ ഒന്നും മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഇവിടെ 21 തന്നെ, ഇവിടെ ഇപ്പം എത്ര 14 എങ്ങനെ വന്നു? ഇവിടെ ഒന്ന് എന്ത് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? എന്തുവാടാ കിട്ടിയില്ലേ? ഇല്ല, ഇവിടെ എന്തോ സംഭവിച്ചു. പോയി. ബീൻ്റെ റേഷ്യോ എത്രയായിരുന്നു? ബീൻ്റെ റേഷ്യോ 3:1 ആയിരുന്നു. ഇവിടുന്ന് 12 എടുത്ത് മാറ്റിയാലും 3:1 തന്നെയാണ്. പിന്നെ നമ്മൾ ഈ 12 ഇവിടെ ആഡ് ചെയ്തപ്പോൾ 7:1 ആയി. എന്ന് വെച്ചാൽ ഇവിടെ മിൽക്കാണ് ആഡ് ചെയ്ത വാട്ടർ കോൺസ്റ്റന്റ് ആണ്, എന്ന് വെച്ചാൽ 4 ആണ് 12. അപ്പോൾ ഇവരെ നമുക്ക് കണക്ട് ചെയ്യും. ഇതുമായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ, വാല്യൂ മാറിയായിരുന്നു. ഇവിടെ എന്തായി? 4 12 ആണെങ്കിൽ 3 9 വരും, ഇവിടെ 3 വരും, ഇവിടെ 21 വരും, ഇവിടെ 3 വരും. ഓക്കെ അല്ലേ? റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഫൈനലിൻ്റെ സമ്മ് 24 തന്നെ ആയിരിക്കും. ഇനിഷ്യലിൻ്റെ അത് ആദ്യമേ ഉണ്ട്. ബീൻ്റെ ഇനിഷ്യലിൻ്റെ സമ്മ് 24 ആയിരിക്കും. ഇനിഷ്യൽ ക്വാണ്ടിറ്റി 24 തന്നെയാണ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. എ ആൻഡ് ബി ടുഗദർ വർക്ക് ചെയ്തു. ആഫ്റ്റർ വർക്കിംഗ് ഫോർ 6 അവർ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എയും ബിയും കൂടെ 6 അവേഴ്സ് വർക്ക് ചെയ്തിട്ട് സി ജോയിൻ ചെയ്തു. അങ്ങനെ അവർ എല്ലാവരും കൂടെ സി ജോയിൻ ചെയ്ത് പിന്നെ അവരെല്ലാവരും കൂടെ രണ്ട് വെച്ചാൽ പിന്നെ അവർ എയും ബിയും സിയും കൂടെ ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആയി. ഇഫ് ദ റേഷ്യോ ഓഫ് ദ വർക്ക് കംപ്ലീറ്റഡ് ബൈ എ ആൻഡ് ബി ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ബി ചെയ്ത വർക്കും ടു എ ബി സി ചെയ്ത വർക്കും കൂടെ 3:2 ആണ്. എ പ്ലസ് ബി ടുഗദർ ചെയ്തത് ഇവിടെ 3 ആണെങ്കിൽ എ പി ഇവിടെ ചെയ്തത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്കിനെ വേണമെങ്കിൽ 18 ചെയ്ത വർക്ക് വെച്ച് നമുക്കത് വെച്ചാൽ ചുമ്മാ ചെയ്ത് നോക്കാൻ കിട്ടുമെന്നറിയില്ല. 6 18 ഇവിടെ എത്ര? 4 18 4 എത്ര? 22. ചുമ്മാ വെച്ച് നോക്കാൻ കിട്ടുമെന്നൊന്നും അറിയത്തൊന്നുമില്ല. ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ബൈ ബി ആൻഡ് സി ടു കംപ്ലീറ്റ് ദ ഹോൾ വർക്ക്. B and C. ബി ആൻഡ് സിക്ക് ബീൻ്റെ എഫിഷ്യൻസി കിട്ടുമോ നമുക്ക്? എടാ നിൽക്കേ, ഇതെന്ന് പറയുന്നതേ ഒരു പ്രശ്നമുണ്ട്. ഈ 3:2 എന്ന് പറയുന്നത് എന്തിൻ്റെ റേഷ്യോയാ? വർക്കിൻ്റെ റേഷ്യോ അല്ലേ? ഈ ഞാൻ എ ബി സി എന്നോ എ ബി അല്ലെങ്കിൽ എ ബി സി എന്ന് കൊടുക്കുന്നത് എയിൻ്റെ എഫിഷ്യൻസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 × A + B ഇതാണ് എ ബി ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ എ ബി സി ചെയ്ത ഇതാണ് 3/2. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 വരും, അല്ലെങ്കിൽ ഇതും കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി പിന്നെ എന്ത് വരും? എഫിഷ്യൻസി എടുക്കാൻ പോയാൽ എ പ്ലസ് ബി അല്ലെങ്കിൽ ഇങ്ങനെ ഇടുക എ പ്ലസ് ബി ബൈ എ ബി സി എന്ന് പറയുന്നത് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിൻ്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എ ബി സിൻ്റെ എഫിഷ്യൻസി 2 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എ പ്ലസ് ബിൻ്റെ എഫിഷ്യൻസിയും 1 ആണ്, സിൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ സിൻ്റെ എഫിഷ്യൻസി കിട്ടി, പക്ഷേ ബീൻ്റെ എഫിഷ്യൻസി കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടൂല. ഞാൻ തൽക്കാലം കോൺഫിറ്റമെൻ്റ് കൊടുത്ത് നോക്കണോ? ആണ്, ബീൻ്റെ എഫിഷ്യൻസി കിട്ടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. The difference between compound and simple interest on X rupees at 2 R percentage 2 year എന്ന് പറയുന്നത് എം ആണ്. എന്താണ് ഇത്? പ്രിൻസിപ്പിള് ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്കെ കോമ്പൗണ്ട് ആൻഡ് ഇൻഡയറക്റ്റ് X പെർസെൻറ്റേജ് അറ്റ് 2 ഇയർ. ഇപ്പോൾ ഇത് ഡിഫറൻസ് ഓഫ് CI ആൻഡ് SI ആൻഡ് ദാറ്റ് ഓഫ് X മൈനസ് 8000 എന്ന് പറയുന്നത് അറ്റ് 3R പെർസെൻറ്റേജ് ആഫ്റ്റർ 2 ഇയർ എന്ന് പറയുന്നത് N ആണ്, ഡിഫറൻസ് തന്നെയാണ്. റേഷ്യോ ഓഫ് M to N എന്ന് പറയുന്നത് 4:5 ആണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ X മൈനസ് 3000 അറ്റ് 12% ഇൻട്രസ്റ്റ് 2 ഇയർ.
എമ്മിന് 4ഉം എന്നിന് 5ഉം കൊടുത്താൽ പറയാം. എന്നിട്ട് ഇത് ഇക്വേഷനിൽ ഇട്ടാൽ മതിയോ? എസ് ഐ മൈനസ് സി ഐ എം 4 ഈക്വൽ ടു പി ഇൻറ്റു ഞാനില്ലേ ഈ സി ഐ മൈനസ് എസ് ഐക്ക് ഒരു ഫോർമുല പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഷോർട്ട് അതന്നെയല്ലേ കട്ട്. മറ്റേ ഡിഫറൻസ് ഈക്വൽ ടു ആ ഡിഫറൻസ് എന്താ ഒരു ഫോർമുല ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞു തന്നായിരുന്നല്ലോ. ഡിഫറൻസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ബൈ 100 ഹോൾ സ്ക്വയർ. ആ ഡിഫറൻസ് എന്താ? ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ ഇൻറ്റു ആർ ബൈ 100 ഹോൾ സ്ക്വയർ. അങ്ങനെയായിരുന്നോ? ആ അത് 2 തന്നെ. ഇയർ ആ ആർ സ്ക്വയർ ബൈ ഒരു ഉണ്ടെന്ന് ആലോചിക്കട്ടെ. 25 അല്ല 20% 20 ഇൻറ്റു 40 പ്ലസ് 20 സ്ക്വയർ. എടി ആർ സ്ക്വയർ ബൈ 100 ഉള്ളൂ. അല്ല ഉണ്ടോ? ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ബൈ 100 ഉള്ളൂ. 100 സ്ക്വയർ ഇല്ല. ആർ ബൈ 100 ഹോൾ സ്ക്വയർ ഇല്ല. ആർ സ്ക്വയർ ബൈ 100. അല്ലപ്പാ, ആ ഞാൻ ഡിഫറൻസ് 1000 ചെയ്തിട്ടില്ല. എന്നിട്ട് ആർ ബൈ ആർ സ്ക്വയർ ബൈ 100 100 ഹോൾ ഉള്ളൂ. സ്ക്വയർ ഇത്രയേ ഉള്ളൂ. മതി. ആർ സ്ക്വയർ ബൈ 100 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആർ സ്ക്വയർ ബൈ 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് ഓക്കെ. ആദ്യത്തെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഡിഫറൻസ് അപ്പോൾ എക്സ് ഇൻറ്റു പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ 100 എന്ന് പറയുമ്പോൾ 4 ആർ സ്ക്വയർ ബൈ 100 ഡിവൈഡഡ് ബൈ അടുത്ത എത്രയാ? എക്സ് മൈനസ് 8000 ഇൻറ്റു എത്രയാ? 9 ആർ സ്ക്വയർ ബൈ 100 എന്ന് പറയുന്നത് 4 ബൈ ഡിഫറൻസിൻ്റെ റേഷ്യോ ഉണ്ട്. ആർ സ്ക്വയർ കട്ട് ചെയ്ത് പോയി. 100 കട്ട് ചെയ്ത് പോയി. 4 കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഈ 9നെ നമുക്കിവിടെ കൊണ്ടുവരാം. അപ്പോൾ 9/5 എന്നായി. അപ്പം ഇനിയുള്ളത് എക്സും എക്സ് മൈനസ് 8000 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 4ആണ് 8000. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 18,000. എന്താടാ 5x equal to 9x minus 72,000. നോക്ക് എക്സ് ഇൻറ്റു 4 ആർ 4x സ്ക്വയർ. equal to 72,000. അയ്യേ x equal to അയ്യേ പോരാ. 18,000. എക്സ് മൈനസ് 8000 ഇൻറ്റു 9 ആർ സ്ക്വയർ ബൈ 100 ഇസ് ഈക്വൽ ടു 4/5. ന്യൂമറേറ്റർ ആർ സ്ക്വയർ കട്ട് ചെയ്ത് 100 കട്ട്. ഇവിടെ ന്യൂമറേറ്ററിൽ 4 കട്ട്. ഇനി ഈ 9 എന്ത്? ഇനിയിപ്പോൾ ക്രോസ് അപ്പുറത്തല്ലേ പോകുന്നത്? ഇൻറ്റു അല്ലേ? അതും ഇവിടെ പോകുമ്പോൾ 9/5 ആയി. നമ്മുടെ മറ്റേ ഷോട്ട് എക്സും എക്സ് മൈനസ് 8000. അതിന് 9 മാത്രം കൊണ്ടുപോയി അങ്ങോട്ട്. ആ അപ്പം എന്തായി? 4ആണ് 8,000 കഴിഞ്ഞില്ലേ? അപ്പോൾ 9 എന്ന് പറയുമ്പോൾ 18,000. 18,000. സിമ്പിളല്ലേ? അപ്പോൾ 18,000 മൈനസ് 3,000 എന്ന് പറയുമ്പോൾ 15,000. 15,000ത്തിൻ്റെ ഡിഫറൻസ് അല്ലേ ചോദിച്ചത്? 12% 2 ഇയർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്ര ആയിരിക്കും? 12 സ്ക്വയർ 144/100. കട്ട് 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 72 1 2 1 6 216. ഇത് ഞാൻ ഫസ്റ്റ് 15 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ ഹാഫ് വെച്ച് കൂട്ടിയോ? അല്ല, അപ്പോൾ ആർ സ്ക്വയർ ബൈ 100 സ്ക്വയർ ഉണ്ടാ? ഇല്ലല്ലോ. എന്നാലല്ലേ അത് കിട്ടത്തുള്ളൂ. 144 ഉണ്ട് അല്ലേ? ആ അയ്യോ അങ്ങനെയാണ്, ഞാനത് മറന്നുപോയി. അത് ഓക്കെ ബൈ 100 സ്ക്വയർ ഉണ്ട്. പക്ഷെ അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2r പ്ലസ് ആർ സ്ക്വയർ ബൈ 100 ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അല്ലേ? മറ്റേത് എസ് ഐ അല്ല, അത് തന്നെ സി ഐ ഫോർ 2 ഇയർ. സി ഐ ഫോർ 2 ഇയർ ആ ഡബിൾ സ്ക്വയർ എടുക്കത്തില്ലേ? ഇപ്പം ആർ പെർസെൻറ്റേജ്. എടാ ഞാൻ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ഷോർട്ട് കട്ടുകളാണ്. ആർ പെർസെൻറ്റേജ് 2 ഇയർ സി ഐ ആണെങ്കിൽ 2r പ്ലസ് ആർ സ്ക്വയർ ബൈ 100 പെർസെൻറ്റേജിൻ്റെ കാര്യം ഞാൻ മറന്നുപോയതാ. അടുത്തതെന്ന് പറയുമ്പോൾ ആർ പെർസെൻറ്റേജ് 2 ഇയർ എസ് ഐ ആകുമ്പോഴത്തേക്ക് എത്ര വരും? 2r വരുന്നു. 2r പെർസെൻറ്റേജ്. ഇത് മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ആർ സ്ക്വയർ ബൈ 100 പെർസെൻറ്റേജ്. പക്ഷേ ഈ പെർസെൻറ്റേജിൻ്റെ കാര്യമാണ് ഞാൻ വിട്ടുപോയത്. അപ്പോൾ ആർ സ്ക്വയർ ബൈ 100 ദ ഹോൾ സ്ക്വയർ പെർസെൻറ്റേജിൽ എടുക്കുമ്പോൾ അങ്ങനെ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കട്ടായി പോകുന്നതുകൊണ്ട് നമ്മൾ തെറ്റിയില്ല, നമ്മൾ അറിഞ്ഞതുമില്ല. ആൻസർ കിട്ടിയില്ലേ?
ആ ABCD. ഡി എ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെങ്ങനെയാ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടീഷൻ ഉണ്ടല്ലേ 5 മുതൽ 8 വരെ. ഈ ലെസ് ദാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ നമ്പർ എക്ക് ഏതൊക്കെ വാല്യൂ ഉള്ളൂ? 6ഉം 7ഉം മാത്രമേ. ഇവിടെ ആണെങ്കിലോ 8ഉം 9ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ A+B 16 അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ എക്ക് ഏതൊക്കെ വാല്യൂ? 6ഉം 7ഉം. A+B 16 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ബീൻ്റെ വാല്യൂ എത്ര വരും? 10ഉം. A+B 16. അവിടെ കണ്ടീഷൻ ഉണ്ടായിരുന്നു 10ഉം 9ഉം. ഓക്കെ. ബിന്റെ വാല്യൂ 8ഉം 9ഉം അല്ലേ? അതെങ്ങനെ 8ഉം 9 വരുള്ളൂ. അപ്പോൾ പിന്നെ ഇത് വരത്തില്ല. അപ്പോൾ ആദ്യത്തെ കേസിൽ സെറ്റായില്ലേ? ആദ്യത്തെ കേസിൽ എൻ്റെ വാല്യൂ 7, രണ്ടാം ബീൻ്റെ വാല്യൂ 9. അടുത്ത കേസിലോ? അടുത്ത കേസിൽ A-4 എന്ന് പറയുമ്പോൾ 6 - 4 എന്ന് പറയുമ്പോൾ 5 അല്ല സോറി 2. 7 - 4. 7 - 4 അല്ലേ? ഓ 7 ഉണ്ടല്ലോ. ചില 6 ഉണ്ടല്ലേ എക്ക്? എക്ക് 6. B 16 വരില്ലല്ലോ. ആദ്യത്തേന് മാത്രം. അത് ആദ്യത്തെ കഴിഞ്ഞു. അടുത്ത കണ്ടീഷൻ എക്ക് 6 ഉണ്ട്. എക്ക് 6 വരുമ്പോൾ 6 - 4 2 വന്നു. അടുത്ത 7 ആകുമ്പോൾ 7 - 4 3 വന്നു. ഇനി കുഞ്ഞെ എക്ക് 2 പോസിബിലിറ്റി. എക്ക് 6ഉം 7ഉം. ബിക്ക് 10ഉം 9 ഉള്ളൂ. 2 പോസിബിലിറ്റിയേ ഉള്ളൂ. 8ഉം 9ഉം. സോറി 8ഉം 9 ഉള്ളൂ. നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത് എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 16 വരണം. അപ്പൊ ഇത് നമ്മൾ പോസിബിലിറ്റി ഇട്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ കേസിൽ എക്ക് 6 കൊടുത്ത് എക്ക് 6 കൊടുത്താ A6 കൊടുത്താ അല്ല A6 കൊടുത്താ ഓക്കെ A6 കൊടുത്താ ബി എത്ര കിട്ടും? ബി 10 കിട്ടും അല്ലേ? പക്ഷെ അതും കിട്ടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ കറക്റ്റ് ആടാം. മറ്റേ രണ്ടിനും ഈ കണ്ടീഷനേ ഉള്ളൂ. ചെക്ക് ചെയ്താൽ മതിയേ. അപ്പം A = 7ഉം B = 9ഉം. അതൊന്ന് ചെക്ക് ചെയ്യാം. ബാക്കി ഞാൻ വന്നിട്ട് ചെയ്യാം. ഇച്ചിരി പരിപാടി ഉണ്ട് ഇവിടെ. ഓക്കെ.